ഞങ്ങൾ പോണത് കാളിയാക്കാണ്. പോകണത് ലിച്ചുവിനൊരു വാച്ച് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ വാച്ചൊക്കെ ഞങ്ങൾ മറന്നു. ഞങ്ങൾ കാളിയാൽ ഇങ്ങനെ എത്താൻ ഫുള്ള് ബ്ലോക്കും തിരക്കും. എന്താ സംഭവം നോക്കുമ്പോൾ നല്ല ചെണ്ടമേളത്തിൻ്റെ ഒച്ച. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നേരിട്ട് കാണുന്നത് കേട്ടോ. അതിനൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പാനുള്ള സോപ്പിട്ടതെല്ലാം അവിടെ ഇറക്കി ഞങ്ങളെപ്പാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നേരിട്ട് കാണുന്നത്. ഫോട്ടോത്തിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങളങ്ങനെ നോക്കണ്ടേനു കേട്ടോ. കാരണം ഞങ്ങൾ മാത്രമുള്ള അവിടെ തട്ടിട്ടും കണ്ട് ചെന്നതേ. മീലൊക്കെ ഇത് ആദ്യമായിട്ട് അന്തം മുട്ട് ഇങ്ങനെ നോക്കണത് എന്താ സംഭവം എന്ന്. പക്ഷെ മുപ്പത്തിയാർക്കൊന്നും പേടിയൊന്നുമില്ല കേട്ടോ കണ്ടിട്ട്. ആകെ എന്തൊക്കെയോ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ നടന്നതാ. അവിടെ ഫുള്ള് DJ പാർട്ടി പോലെ ഭയങ്കര സൗണ്ടും സെറ്റപ്പും പാട്ടും ഭയങ്കര ഡാൻസ് കളിയും. ഞങ്ങളേതായാലും കൂടി. ഞങ്ങൾ ഓലപ്പൊരാളായി. ഞങ്ങൾ പിന്നെ പോയ കാര്യമൊക്കെ ഞങ്ങളാണ് മറന്നു.
കച്ചവടങ്ങൾ കണ്ടത്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, പാകത്തെ വിലയുള്ളൂ. ഒരുപാട് സാധനങ്ങളുണ്ട്, കുറേ ഫുഡ് ഐറ്റംസും. ഞങ്ങൾ ആദ്യം ഒരു തലക്കുന്ന ഒരു തലവരെയും ഒന്ന് കണ്ടു, എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്നപ്പോൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങിപ്പോകും. ഇപ്പം ഏതായാലും കുട്ടികൾ നല്ലോണം മുതലാക്കിയിരിക്കുന്നു, കുളിപ്പിച്ച് കടത്തിയിരിക്കുന്നു തന്നെ പറയാം. സംഖ്യക്ക് ഒരു സാധനം വാങ്ങിയിരുന്നു. കമ്മലാളൊക്കെ എത്രയെന്ന് പറയല്ല, നമുക്ക് തന്നെ നോക്കിയെടുത്താൽ നമുക്ക് തന്നെ മതിയാവില്ല, അത്രയും സാധനങ്ങളാണ്. ഈ ഒരു സംഗതി ഞങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പോന്നപ്പോത്തിന് ഒറ്റൊന്നും പിന്നെ ബാക്കിയില്ല. അപ്പോഴേക്കിനും അതൊക്കെ കഴിഞ്ഞു. ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ, കാരണം ഒരു 4 മണിയായപ്പോൾ തുടങ്ങിയിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇവരെ തലയിലൊക്കെ ഇത് വെച്ചിട്ട് ഇവരൊക്കെ സമ്മതിക്കണം. ഞങ്ങൾ ഇവിടുന്ന് കറുത്തലിക്കും വാങ്ങി, പിന്നെ മറ്റേ ജിലേബിയും വാങ്ങിട്ടോ. ജിലേബിയൊക്കെ നല്ല ചൂടുള്ള ജിലേബിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ചെയ്യണം. അലിയും മിലിയും ലിച്ചും ആകണ്ട് നീരാടേനും ആ കടയിൽ കയറിക്കൊണ്ട് ഏതൊക്കെ എടുക്കണ്ടേന്ന് ഓൽക്കന്നെ അറിയില്ലേനും. കുറേ സാധനം എടുത്തുക്കണം. ഞങ്ങളും കുറേ കമ്മലും ഒക്കെ എടുത്ത് മുതലാക്കാതൊക്കെ പറ്റില്ലല്ലോ, കാരണം വലിയ വലിയ കമ്മലിനൊക്കെ ആകെ 50 റുപ്യയുള്ളൂ. വാച്ച് വാങ്ങാൻ പോകുന്ന ലിച്ചു വാച്ചിൻ്റെ കാര്യം തന്നെ മറന്നിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ.